ടോക്കോണിൽ ഇപ്പോൾ നാടകവിചാരണ 2025 മാർച്ച് 15, 16, 17 തീയതികളിൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നടന്ന പ്രേതവിചാരണ എന്ന നാടകത്തെക്കുറിച്ച് സംവിധായികയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ സുരഭി MS സംസാരിക്കുന്നു. പ്രേതവിചാരണ എന്ന നാടകം 1ാം വർഷ ഇൻ്റഗ്രേറ്റഡ് MTA വിദ്യാർത്ഥികൾക്ക് വേണ്ടി 2025 മാർച്ച് 15, 16, 17 തീയതികളിൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ S. രാമാനുജം സ്റ്റുഡിയോ തിയേറ്റർ ചെയ്ത നാടകമാണ്. 1ാം വർഷ ഇൻ്റഗ്രേറ്റഡ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു നാടകം ചെയ്യുമ്പോൾ അത് രാഷ്ട്രീയമായ ആലോചനയോട് കൂടിയ ഒരു നാടകമായിരിക്കണം, ഒരു രാഷ്ട്രീയ നാടകമായിരിക്കണം എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രേതവിചാരണ എന്നുള്ള ടെക്സ്റ്റിലേക്ക് എത്തുന്നത്. ഇന്ത്യയിൽ എന്നല്ല, ലോകത്താകമാനം നടക്കുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ സംസാരിക്കുന്ന ഒരു നാടകമാണത്. ഭരണകൂടം ജനങ്ങളെ കൊല്ലരുത് എന്നതാണ് യഥാർത്ഥത്തിൽ നാടകത്തിൻ്റെ ടാഗ് ലൈൻ. പുതിയ തലമുറയിലെ ആളുകൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, നാടക വിദ്യാർത്ഥികൾ എങ്ങനെയാണ് രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്നത് എന്നറിയാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നാടകത്തിൻ്റെ ആദ്യ പടി എന്ന നിലയിൽ രാഷ്ട്രീയ അവലോകന ക്ലാസ്സുകളാണ് അറേഞ്ച് ചെയ്തത്. വർക്ക്ഷോപ്പിൻ്റെ ഭാഗമായിട്ട് ഡോക്ടർ ഷിബു S. കൊട്ടാരം, ഡോക്ടർ പ്രദീപൻ, ശ്രീജിത്ത് ദിവാകരൻ എന്നിവർ ഈ കണ്ടംപററി പൊളിറ്റിക്സിലും കണ്ടംപററി പൊളിറ്റിക്കൽ തിയേറ്ററിലുമുള്ള ക്ലാസ്സുകൾ എടുക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ ഏറ്റവും പുതിയ ജനറേഷനിലെ ഒരു നാടക വിദ്യാർത്ഥികളായിട്ടുള്ള 1ാം വർഷ ഇൻ്റഗ്രേറ്റഡ് MTAയിലെ വിദ്യാർത്ഥികൾ വളരെ താല്പര്യപൂർവ്വം ഈ പ്രോസസ്സിൽ ഏർപ്പെടുകയും പ്രേതവിചാരണ എന്ന നാടകം ആവശ്യപ്പെടുന്ന ഒരു റിസർച്ച് പ്രവർത്തനം വളരെ കാര്യക്ഷമമായി ചെയ്യുകയുണ്ടായി. അപ്പോൾ അത്രയും താല്പര്യത്തോടെ, നല്ല ധാരണയോടുകൂടി, രാഷ്ട്രീയ ധാരണയോടുകൂടിയാണ് വിദ്യാർത്ഥികൾ ഈ നാടകത്തെ സമീപിച്ചത്. ഭരണകൂടം ജനങ്ങളെ കൊല്ലരുത് എന്നതാണ് യഥാർത്ഥത്തിൽ നാടകത്തിൻ്റെ ടാഗ് ലൈൻ. അപ്പോൾ ലോകത്താകമാനം നടക്കുന്ന ഫേക്ക് എൻകൗണ്ടർ, അതിനെയൊക്കെ നാടകം ചോദ്യം ചെയ്യുന്നുണ്ട്. ഉത്തരേന്ത്യയിൽ ഒരു ഫേക്ക് എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ട മുസ്ലിം പെൺകുട്ടിയാണ് നാടകത്തിലെ പ്രധാന കഥാപാത്രം. ഈ നാടകത്തിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് എക്കാലത്തെയും ക്ലാസിക്കായ ഷേക്സ്പിയറുടെ മാക്ബത്ത്, അധികാരത്തിനെതിരെ സംസാരിക്കുന്ന, അധികാരത്തിന് വേണ്ടി രാജാവിനെ കൊല്ലുകയും കൊല്ലാൻ പ്രേരിപ്പിക്കുന്ന ഒരു സ്ത്രീയെ ഒരു അധികാര കൊതിയുടെ ഒരു സ്ഥാനത്ത് കൊണ്ടു നിർത്തുകയൊക്കെ ചെയ്ത ഒരു നാടകമാണല്ലോ മാക്ബത്ത്. മാക്ബത്തിൽ അറേബ്യയിൽ മുഴുവൻ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടുവന്ന് കഴുകിയാലും തൻ്റെ കൈകളിലെ ചോരയുടെ മണം പോവില്ലെന്ന് അത്രയും ഉന്മാദിയായി മാറിയ ലേഡി മാക്ബത്തിനെ കാണിക്കുന്നുണ്ട് മാക്ബത്തിൽ. അതുപോലെ അതേ ഒരു ലൈൻ പിടിച്ചാണ് പ്രേതവിചാരണ വികസിക്കുന്നത്. ഈ നാടകത്തിന് 2013 സംഗീത നാടക അക്കാദമിയുടെ മികച്ച രചനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഒച്ച എന്ന പേരിലാണ് അന്ന് ഈ നാടകം. റിയാസാണ് നാടകം എഴുതിയിട്ടുള്ളത്. പൊന്നാനി പ്ലേ ഹൗസിന് വേണ്ടി നാടകം അവതരിപ്പിക്കുകയും അമേച്ചർ നാടക മത്സരത്തിൽ അവതരിപ്പിക്കുകയും അതിന് മികച്ച രചനയ്ക്കുള്ള പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ഒച്ച എന്നുള്ളത് പ്രേതവിചാരണ എന്ന് പേര് മാറ്റിയത് ഞാനാണ്. അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ ഒച്ച എന്നതിനേക്കാൾ എനിക്ക് കുറച്ചുകൂടി ആ നാടകം ചെയ്യുമ്പോൾ, ഞാനതിൽ 13 ചെയ്യുമ്പോൾ ഞാനതിൽ പ്രധാന കഥാപാത്രത്തിൻ്റെ റോൾ അഭിനയിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ അത് ഡയറക്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഡിസൈൻ ആയിരിക്കരുത് ഞാൻ ചെയ്യുന്നത്. കാരണം അതിൽ മുഴുവൻ സമയം നിന്ന് വർക്ക് ചെയ്ത ഒരാളാണ്. സ്വാഭാവികമായിട്ടും ആ ഡിസൈനിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അപ്പോൾ അതാവരുത് ഈ നാടകത്തിൽ എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നാടകത്തിൻ്റെ ഒരു ടെക്സ്റ്റിനെ തന്നെ പിന്നെ വിദ്യാർത്ഥികളുടെ ഇടപെടലും ഒക്കെ ഈ പ്രോസസ്സിൻ്റെ ഒരു ഭാഗമായിട്ടും ഒക്കെ ഇതിൻ്റെ ഒരു ടെക്സ്റ്റ് ഒരു പൊളിച്ചു പണിയലുണ്ടായി. അങ്ങനെയാണ് പല രീതിയിൽ രാഷ്ട്രീയമായ നാടകത്തെ കാണാൻ. ഇപ്പോൾ എൻ്റെ ഒരു കാഴ്ചയേക്കാൾ വിദ്യാർത്ഥികളുടെ ഒരു കാഴ്ച അതിൽ പ്രധാനമാണ്. അങ്ങനെയാണ് ഗൗരി ലങ്കേഷിൻ്റെയൊക്കെ റെഫറൻസ് വന്നിട്ട് ഇതിലൊരു പ്രധാന കഥാപാത്രം നിജ്മൽ അൻസാരി, അതൊരു പുരുഷ കഥാപാത്രമായിരുന്നു, അത് സ്ത്രീ കഥാപാത്രത്തിലേക്ക് മാറിയത്. ഇപ്പോൾ അൻസാരി എന്നത് ഒരു വ്യക്തിയുടെ പേരല്ല, ഒരു ഗോത്രത്തിൻ്റെ പേരാണ്. വെന്തപുഴുക്കളുടെ അഴുകിയ മണമുള്ള ഒരു ഗ്രാമത്തിൻ്റെ പേരാണ് അൻസാരി എന്ന് ടെക്സ്റ്റിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ പേര് നിലനിർത്തി അതൊരു
സ്ത്രീ കഥാപാത്രത്തിലേക്ക് മാറി. അപ്പോൾ ആ സ്ത്രീ കഥാപാത്രത്തിലേക്ക് മാറുമ്പോൾ അത് ചെയ്യുന്ന വിദ്യാർത്ഥികൾ പലതരം ഇന്ത്യയിൽ നിന്നും ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും റെഫറൻസുകൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ റെഫറൻസ് ഒരു പ്രധാന കാര്യമായിരുന്നു. അതുപോലെ പ്രധാന കഥാപാത്രം ചെയ്ത ഇഷ, ഈ നജ്മുൽ അൻസാരി ചെയ്ത റീമ, പുസ്തകം എന്ന ക്യാരക്ടർ ചെയ്ത കാഞ്ചി, ലേഡി മക്ബത്തിനെയും നടി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സാന്ദ്ര, ഇങ്ങനൊരു വലിയ കൂട്ടം അതിൽ ഉണ്ടായിരുന്നു. ഇവരെ കൂടാതെ തന്നെ യൂസഫ്, മൃഗം, അഹമ്മദ് ഖുറേഷി, പിന്നെ നിരവധി പോലീസുകാർ, ഇവരെയൊക്കെ ചെയ്ത ആക്ടേഴ്സ്, സത്യജിത്ത്, പ്രധരൻ, പിന്നെ ആകാശ്, ധ്യാൻ, പ്രിൻസ്, യാഷ്, അച്ചു, ഇങ്ങനെ ഈ വിദ്യാർത്ഥികൾ കൂടാതെ സെക്കൻഡ് ഇയറിലെ വിദ്യാർത്ഥികളും അവരെ സഹായിക്കാൻ ഉണ്ടായിരുന്നു. അരങ്ങിലായാലും അണിയറയിലായാലും. കൂടാതെ ഇതിൻ്റെ കോസ്റ്റ്യൂമിൻ്റെ കാര്യങ്ങൾ ചെയ്ത വിദ്യാറാണി, അർച്ചന, ഇവരെല്ലാവരും തന്നെ ഈ അവരുടെയൊക്കെ ഇൻപുട്ട്, അവരുടെ കോസ്റ്റ്യൂം പിന്നെ ഡിസൈൻ ചെയ്തത് പ്രധാന ഒരു സ്റ്റുഡൻറ്റ് ഇൻചാർജായ സാന്ദ്രയുടെ ഒരു ഇൻപുട്ട് വളരെ പ്രധാനമായിരുന്നു. ഇതൊക്കെ കൂടിയിട്ടാണ് ഈ നാടകത്തിന് പുതിയൊരു ഡിസൈൻ ഉണ്ടാകുന്നത്. ഇത് പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ ഇതിൻ്റെ മൂവ്മെൻറ്റ് ചെയ്ത ഡെനിപോളാണ്. ഇതിൻ്റെ സിനോഗ്രഫി റിയാസ് തന്നെയായിരുന്നു. മൂവ്മെൻറ്റ് ചെയ്ത് ഡെനിപോളും രാഹുൽ ശ്രീനിവാസനുമാണ്. പിന്നെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് അമൃത മൂവ്മെൻറ്റ് ക്ലാസ് വർക്ക്ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ആക്ടിംഗ് ഇൻപുട്ട് നൽകിയത് വിപിൻ മനയത്ത്, പിന്നെ മ്യൂസിക് ചെയ്തത് സന്ദീപ് കുമാർ, ലൈറ്റ് രഞ്ജിത്ത് ഡിങ്കി. പിന്നെ ഈ നാടകത്തിൽ എനിക്ക് എന്നെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത് അത് മനഃപൂർവ്വം ചെയ്ത ഒരു കാര്യമായിരുന്നു. അത് എപ്പോഴും ഫിനാൻസ് മാനേജ്മെൻറ്റിനൊക്കെ വളരെ എഫക്റ്റീവായിട്ട് പുരുഷന്മാരെയാണ് നിയമിക്കുക, ബോയ്സിന്. അപ്പോൾ അതൊരു സ്ത്രീ ആയാലോ എന്ന് വിചാരിച്ച് ആണ് ഞാൻ ഇപ്രാവശ്യം സ്കൂൾ ഓഫ് ഡ്രാമയിൽ ആദ്യമായിട്ടാണ് ഒരു പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് ഒരു പെൺകുട്ടിയെ നിയമിക്കുന്നത്. സുനിത ആയിരുന്നു. അപ്പോൾ അവരുടെ ജോലി വളരെ എഫക്റ്റീവായി, വളരെ വൃത്തിയായി ചെയ്തു. കൂടാതെ ഇതിൻ്റെ ടെക്നിക്കൽ ഇൻചാർജ് പൂനെയായിരുന്നു, അനൂപിന് ആ സമയത്താണ്, നാടകം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് സംഗീതനാട അക്കാദമിയുടെ ബെസ്റ്റ് ലൈറ്റ് ഡിസൈനർക്കുള്ള അവാർഡ് കിട്ടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എങ്ങനെയാണ് ഒരു നാടകം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തേണ്ടത് എന്നുള്ളതിൽ വളരെ പോസിറ്റീവായൊരു ക്രൂ ഉണ്ടായിരുന്നു കൂട്ടത്തിൽ എന്നുള്ളതാണ്. ഈ പ്ലേയുടെ ക്രിയേറ്റീവ് ആസ്പെക്റ്റിലല്ലാതെ വിദ്യാർത്ഥികളെ ആദ്യഘട്ടത്തിൽ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ വോയിസ്, ബോഡി ഇതൊക്കെ റിലാക്സ് ആക്കാനും ഒന്ന് റിഫ്രഷ് ചെയ്യാനും നാടകത്തിന് വേണ്ടി അവർ ഒരുക്കുന്നതിന് വേണ്ടി ചില ട്രെയിനിങ് ക്ലാസ്സുകൾ അവർക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവർക്ക് മ്യൂസിക്കിൻ്റെ വോയിസ് ക്ലാസ്സൊക്കെ എടുത്തത് മ്യൂസിക് അധ്യാപകനായ വിനായകാണ്. പിന്നെ നിരോഷ, മ്യൂസിക്കിൽ സന്ദീപ് കുമാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന നിരോഷ, അവരുടെ ആക്ടിങ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അവർക്ക് ആദ്യ ക്ലാസ്സുകൾ നൽകിയ ഡോക്ടർ ശ്യാം രജി, ഡോക്ടർ ശ്രീജിത്ത് രമണൻ. പിന്നെ കൂടാതെ ഈ നാടകത്തിൻ്റെ കൂടെ മുഴുവൻ സമയം സപ്പോർട്ടായിട്ട് നിന്ന HOD ശ്രീ നജ്മുൽ ഷാഹി. ഇത് കൂടാതെ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ ഒരു പിൻബലമാണ് നാടകത്തിൽ ഏറ്റവും പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. ഒരു കേരളത്തിന് അകത്ത് എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ എവിടെയും ഒരു സ്ത്രീ നാടകം ചെയ്യുമ്പോൾ ഏതിടത്തിലും ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഒരു ആർട്ട് ഇൻസ്റ്റിറ്റ്യൂഷനുള്ളിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്തരം പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്യാൻ അഭിലാഷ് സാറിൻ്റെ ഒരു സപ്പോർട്ടും അദ്ദേഹത്തിൻ്റെ കൃത്യസമയത്തുള്ള അഡ്വൈസും ഒക്കെ വളരെ ഉപകാരപ്രദമായിരുന്നു. കാരണം അദ്ദേഹം ഒരുപാട് സ്ത്രീ പുരുഷ ഡയറക്ടേഴ്സിനെ, അവരുടെ പ്രോസസ്സിനെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു ലോകപരിചയം, നാടകത്തിൻ്റെ മേഖലയിലുള്ള അദ്ദേഹത്തിൻ്റെ ലോകപരിചയം ഈ നാടകം ചെയ്യുന്നതിന് വലിയ ഒരു ശക്തിയായി കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ സ്കൂൾ ഓഫ് ഡ്രാമയുടെ മൊത്തം ഒരു വലിയ ഒരു സപ്പോർട്ടോടു കൂടിയാണ് നാടകം ഉണ്ടാവുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പല സമയത്ത്, ഇപ്പോൾ പ്രത്യേകിച്ച് ഇക്കാലത്ത് ഇത്തരത്തിലൊരു രാഷ്ട്രീയം നാടകം ചെയ്യുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു ഇന്ത്യയിലൊരു സിനാരിയോയിൽ അത്തരമൊരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടൊക്കെ രാഷ്ട്രീയത്തെ എങ്ങനെ നോക്കിക്കാണണം എന്ന് വിദ്യാർത്ഥികളോട് സംസാരിക്കുന്ന, വിദ്യാർത്ഥികൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരു നാടകം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ മാത്രം സാധിക്കുന്നു. അപ്പോൾ എന്നാൽ കേരളത്തിൽ പോലും അത്തരം ആശയങ്ങളെ, ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അന്തരീക്ഷം ഇപ്പോൾ നമ്മൾ എമ്പുരാൻ്റെയൊക്കെ റിലീസിന് ശേഷം നമുക്ക്
ഉണ്ടായി. പക്ഷേ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നാടകങ്ങളെല്ലാം രാഷ്ട്രീയ നാടകങ്ങളാണ്. കബൂയി കയോയിബ് പോലെ, കാഫില പോലെ ഒക്കെ വളരെ സമകാലികമായ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന നാടകങ്ങളാണ് സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത്തരം സാഹചര്യങ്ങൾ ഒരു അക്കാദമിക് അന്തരീക്ഷത്തിൽ തുടർന്നും ഉണ്ടാവട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. താങ്ക് യു. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരുന്നത് ടോക്കോൺ. ടോക്കോണിൽ നാടക വിചാരണ 2025 മാർച്ച് 15, 16, 17 തീയതികളിൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നടന്ന പ്രേതവിചാരണ എന്ന നാടകത്തെക്കുറിച്ച് സംവിധായികയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ സുരഭി MS പങ്കുവച്ച വിശേഷങ്ങൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ CU. ഇനി കേട്ടുകേട്ടറിയാം. Talk on.